നമസ്കാരം. വാർത്തകളുമായി അവർ TV 24/7. This news brought to you by Lucky Center and Lucky Department Store, Ajuma. UAE പ്രകടനം നടത്തിയ 54 ബംഗ്ലാദേശികളെ നാടുകടത്തും. 3 പേർക്ക് ജീവപര്യന്തം തടവ്. UAE ഫെഡറൽ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ബംഗ്ലാദേശിലെ സംഭരണവുമായി ബന്ധപ്പെട്ട് നിരവധി സ്ഥലങ്ങളിൽ സംഘടിച്ച് കലാപത്തിന് ശ്രമിച്ചു എന്നാണ് കേസ്. രക്ഷാദൗത്യം ഏഴാം അർജുനായുള്ള തിരച്ചിൽ ഊർജിതമായി തുടരുന്നു. തിരുവനന്തപുരം കല്ലമ്പലത്ത് വിദ്യാർത്ഥിക്ക് H1N1 സ്ഥിരീകരിച്ചു. പാർലമെന്റ് മൺസൂൺ സമ്മേളനത്തിന് തുടക്കമായി. പൊതു ബജറ്റ് നാളെ. നാദാപുരത്ത് ആഞ്ഞടിച്ച് കൊടുങ്കാറ്റ്. 3 പഞ്ചായത്തുകളിലെ മലയോരത്ത് വ്യാപക നാശനഷ്ടം. തിരുവനന്തപുരം ശ്രീ ചിത്രയിൽ ആദ്യ ഹൃദയമാറ്റ ശസ്ത്രക്രിയ. 13 വയസ്സുള്ള കുട്ടിക്കാണ് ശസ്ത്രക്രിയ. ചൈനയിൽ പ്രളയം, 30ഓളം പേർ മരിച്ചു. ഹാജിമാരുടെ അവസാന സംഘത്തെ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ C. മുഹമ്മദ് ഫൈസിയുടെ നേതൃത്വത്തിൽ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. UAE യുവ മലയാളി ഡോക്ടർ ലഹരി കടത്തിയതിനിടെ പിടിയിൽ. മുത്തങ്ങ എക്സൈസ് ചെക്ക് പോസ്റ്റിലെ വാഹന പരിശോധനയ്ക്കിടെ കൊല്ലം കരുനാഗപ്പള്ളി തഴവ ചിറ്റുമല ഇടമരത്തു വീട്ടിൽ ഡോക്ടർ N. അൻവർ ഷാ അറസ്റ്റിലായി. മൈസൂരിൽ നിന്നും പൊന്നാനിലേക്കുള്ള ബസ് യാത്രയ്ക്കിടെയാണ് 160 ഗ്രാം മെത്താഫിറ്റുമായാണ് പിടിയിലായത്. ഒമാനിൽ താപനില വീണ്ടും ഉയരുന്നു. ജ്വല്ലറിയുടെ മോഷണശ്രമം, പ്രതികൾ പിടിയിലായത് നെടുമങ്ങാട് പാലോട് സ്വദേശികൾ. കൈകൂട്ടത്ത് ഷീ ലോഡ്ജിന്റെ ഫാബ്രിക്കേഷൻ ജോലിക്കിടെ ഷോക്കേറ്റു. വെൽഡിംഗ് തൊഴിലാളിക്ക് ദാരുണാന്ത്യം. നഗരസഭയുടെ ഷീ ലോഡ്ജിന്റെ ഫാബ്രിക്കേഷൻ നിർമ്മാണത്തിനിടെ ഷോക്കേറ്റ് തൊഴിലാളി മരിച്ചു. നെടുമങ്ങാട് അയ്യപ്പൻകുഴി സ്വദേശി ലാൽ കൃഷ്ണ 27 മരണപ്പെട്ടത്. ബോട്ട് യാത്രയ്ക്ക് പുറപ്പെട്ട ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തി. അപകട കാരണം ദുരൂഹം. അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ബോട്ട് യാത്രയ്ക്ക് പുറപ്പെട്ട ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തി. ബ്രിട്ടീഷ് വനിത സാറ, കനേഡിയൻ പൗരൻ ബ്രിറ്റ് ക്ലിംബർ എന്നിവരുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ലൈഫ് ബോട്ടിലാണ് ഇവരുടെ മൃതദേഹം കാണപ്പെട്ടത്. ഇനി സ്പോർട്സ്. പാരീസ് ഒളിമ്പിക്സിന് ഇനി 4 നാൾ. പ്രജ്ഞാനന്ദയ്ക്ക് BL മാസ്റ്റേഴ്സ് വിജയം. ഇതോടെ വീണ്ടും ലോകത്തിലെ ആദ്യ 10 ഇടം പിടിച്ച് പ്രജ്ഞാനന്ദ. രാജ്യത്തെ ഒളിമ്പിക്സ് താരങ്ങൾക്ക് BCCIയുടെ പിന്തുണ 8.5 കോടി രൂപ ഒളിമ്പിക്സ് അസോസിയേഷന് കൈമാറി. തുടർച്ചയായ 2ാം ജയത്തോടെ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം സെമിയിൽ. പാരീസ് ഒളിമ്പിക്സിന് ശേഷം കളി മതിയാക്കും. വിരമിക്കൽ പ്രഖ്യാപിച്ച് PR ശ്രീജേഷ്. ഇന്ത്യൻ ഹോക്കി താരം PR ശ്രീജേഷ് വിരമിക്കുന്നു. പാരീസ് ഒളിമ്പിക്സിനു ശേഷം കരിയർ അവസാനിപ്പിക്കുമെന്ന് മലയാളി താരം അറിയിച്ചു. 2006 ഇന്ത്യൻ ടീമിലെത്തിയ ശ്രീജേഷ് 328 മത്സരങ്ങളിൽ ഗോൾ കീപ്പറായി ഇറങ്ങിയിട്ടുണ്ട്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. This news brought to you by Lucky Center and Lucky Department Store, Ajuma.